EMS വരുന്നു എന്ന രൂപത്തിലാണ് അതിനെ അവതരിപ്പിക്കുന്നത്. തൊട്ടുകൂടാത്തവരും തിണ്ടിക്കൂടാത്തവരുമായിട്ടൊന്നുമില്ല. ഈ ഇത്ര ബുദ്ധിമുട്ടില്ലല്ലോ. BMS-ന് കേന്ദ്രത്തിൽ നിന്നുള്ള പൈസ ആദ്യം മേടിച്ചു കൊടുത്തിട്ട് കേരളത്തിൽ മേടിച്ചു കൊടുത്താൽ പോരെ? അതെ, അങ്ങനെയാണ് ഈ ഇത്ര ബുദ്ധിമുട്ടില്ലല്ലോ. BMS-ന് കേന്ദ്രത്തിൽ നിന്നുള്ള പൈസ ആദ്യം മേടിച്ചു കൊടുത്തിട്ട് കേരളത്തിൽ മേടിച്ചു കൊടുത്താൽ പോരെ? അതെ. അല്ല, ചോദിച്ചോട്ടെ, ഈ ആശാ വർക്കർമാരോട് BMS-ന്റെ പിന്നെ അവര് ഈ സമരത്തോട് സഹകരിക്കാൻ വരുമ്പോ അവരോട് ഈ ആശാ വർക്കർമാർ ചോദിക്കണ്ടേ, അവിടെ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർ ചോദിക്കണ്ടേ, എന്തുകൊണ്ടാണ് BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ഇതിനോട് അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ലത്? സ്വീകരിക്കേണ്ടത് നിങ്ങൾ അവിടെ സമരം ചെയ്തതിന് ശേഷം ഞങ്ങളുടെ കൂടെ ഇവിടെ സമരത്തിരുന്ന EMS ഇതിനോട് സപ്പോർട്ട് ചെയ്യും എന്ന് പറയുമ്പോൾ, ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും എന്ന് പറയുമ്പോൾ അതിന് സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം ഉണ്ടല്ലോ. ആ സന്ദേശം എന്ന് പറയുന്നത് ഇടത് സർക്കാരിനെതിരായിട്ടാണ്, ഭരിക്കുന്ന സർക്കാരിനെതിരായിട്ടാണ്. അപ്പൊ ഈ സമരം ഈ പറയുന്ന കേരളത്തിലെ സർക്കാരിനോട് മാത്രമാണോ കേന്ദ്രത്തിനോട് കൂടിയാണോ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് കേരളത്തോടുള്ള സമരമാണ്. സംസ്ഥാനങ്ങളിൽ ആശാവർക്കർമാരുടെ ജോലി വ്യത്യാസമുണ്ട്. അതിനകത്ത് വേറെ പ്രശ്നമുണ്ട് സ്മൃതി. അതല്ല, അതിനകത്തൊരു കാര്യം, ഉത്തർപ്രദേശിലെയും മഹാരാഷ്ട്രയിലെയും ഒക്കെ ആശാവർക്കർമാരുടെ ജോലി എന്ന് പറയുന്നത് കേരളവുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി കഠിനമാണ്. അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു വില്ലേജിൽ ഒരു ആശാവർക്കർ 2016 തുടങ്ങി ഇങ്ങോട്ട് 2016 1000 രൂപയിലിരുന്ന ഓർഡിനറിയം 7000 രൂപ ആക്കിയത് ഇടതുപക്ഷ സർക്കാരാണ്. 21 വരെ കൂട്ടി, അല്ലേ? അത്രയും പൈസ കൂട്ടിക്കൊടുക്കുന്ന സമയത്ത് കേന്ദ്രം സഹകരിക്കാതെ ഇത്രയും വലിയൊരു ബാധ്യത കേരള സർക്കാർ മാത്രം എടുത്തു. ഇത് ഇന്നും നാളെയും കൊടുത്താൽ പോരല്ലോ.